السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ ലോകർക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെക്കുറിച്ചും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്തുകൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തെ, ഈമാനിനെ അത് ഏറ്റവും കരുത്തുള്ളതാക്കി മാറ്റാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകളെ എണ്ണിയാൽ തീരില്ല എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വൈൻ തഉദ്ദു നിഅമത്തല്ലാഹ് ഫലാ തുഹ്സുഹ. അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അത് എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അതിന് സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഓരോരുത്തർക്കും അല്ലാഹു തആല ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായി, കുടുംബപരമായി നൽകിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന് പ്രത്യേകമായി നൽകിയിട്ടുണ്ടാകും. വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നിമിഷം ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, വിശ്വാസികളായ ആളുകൾ പോലും അള്ളാഹുവിന് ഈ നന്മകൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചതിന്റെ പേരിൽ ശുക്ർ എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ഞാനും നിങ്ങളും ആലോചിക്കണം. ഏറ്റവും കൂടുതലായി ശുക്ർ ചെയ്യേണ്ടതും നന്ദി കാണിക്കേണ്ടതും വിശ്വാസികളല്ലേ? മാതൃകാപരമായ രംഗത്ത് ഈ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? നമ്മൾ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട്. അള്ള നൽകിയ നിഅമത്തുകളാ. പക്ഷെ ഈ നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ട് നാം അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും ഉറപ്പായ ഒരു സംഗതിയുണ്ട്. നമ്മൾക്ക് മാത്രല്ല, ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു സംശയവുമില്ലാത്ത ഒരു സംഗതി, മരണം. മരിക്കും എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ലോകത്ത് എത്ര സംഘടനകൾ ഉണ്ടെങ്കിലും എത്രമാത്രം പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും ഒരു വിഭാഗം പോലും മരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും മരിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. എപ്പം മരിക്കും എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് തികഞ്ഞ ബോധമുള്ളവരാണ് വിശ്വാസികൾ. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈൻ അസ്ബഹത, നേരം വെളുത്താൽ, ഫലാ തന്തദിരിൽ മസാ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വൈൻ അംസൈത, വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ, വലാ തന്തദിരി സ്വബാഹ്, വീണ്ടും ഒരു പുലരി ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് വിശ്വാസികളാണ്. പക്ഷെ ആ വിശ്വാസികൾക്ക് പോലും അവരുടെ നിലപാടുകൾ കണ്ടാൽ, അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടാൽ, മരിച്ചു പോകോ ഇല്ലേ എന്ന വിഷയത്തിൽ ഒരു സംശയമുള്ള നിലക്ക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, മരിക്കും എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മരണം വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതുമായ മരണങ്ങളാണ്. ഒരു 30 ബിറ്റ്വീൻ 50 അതിന്റെ ഇടയിൽ വെച്ചാണ് ഇപ്പൊ പിടുത്തം. ചെറുപ്പക്കാരെ അങ്ങ് പിടിച്ചു കൊണ്ടുപോവുകയാ. എന്നാൽ മരണശയ്യയിൽ മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. അവരടുത്തേക്ക് എത്തുന്നില്ല. ബാപ്പ ജീവിച്ചിരിക്കെ, ഉമ്മ ജീവിച്ചിരിക്കെ മക്കളെ അള്ളാഹു ഏറ്റെടുക്കുകയാണ്. വ്യത്യസ്തമായ രീതിയിലൂടെയാണ്.
ഏത് വിധേനയാണെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മെ ചിന്തിപ്പിക്കണ്ടേ? എനിക്കും ഇങ്ങനെ പോകാനുള്ള ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അടുത്ത സമയം എന്റേതാണ് എന്ന് വിചാരിച്ചു പോണ്ടേ? റസൂൽ അതാണല്ലോ പറഞ്ഞത്, ഏത് സമയവും മരണം മുന്നിൽ കാണണം. പള്ളിയിൽ വന്നു, ജുമ നമസ്കരിക്കോ എന്നറിയില്ല, തിരിച്ചു വീട്ടിലെത്തോ എന്നറിയില്ല. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ജുമ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തു വന്നിട്ടുള്ളവരാണ്. പക്ഷെ ആ പ്ലാൻ പൂർത്തിയാക്കാൻ നമ്മൾക്ക് കഴിയില്ല. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. മനുഷ്യൻ എന്തുമാത്രം ഉയർന്നു വളർന്നു എന്ന് പറഞ്ഞാലും, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്രമാത്രം പുരോഗതി കൈവരിച്ചു എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും, ഇത്തരം വിഷയത്തെക്കുറിച്ച് കൃത്യമായ ഒരു നിലപാട് പറയാൻ ഒരു ശാസ്ത്രകാരനോ അല്ലെങ്കിൽ ഒരു വിശുദ്ധരനോ ഒരാൾക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ശാരീരികമായി കഴിവ് തന്നിട്ടുണ്ടല്ല, സാമ്പത്തികമായി അല്ലാഹു തആല നമുക്ക് നിയമത്ത് നൽകിയിട്ടുണ്ട്, മറ്റു പല വിധത്തിലും മക്കളാൽ, കുടുംബത്താൽ, എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് അല്ലാഹു തആല നിയമത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഈ നിയമത്തുകൾക്ക് നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കാണേണ്ടത് വിശ്വാസികളാണ്. അല്ലാഹു തആല പറഞ്ഞു വെച്ച ഒരു വാചകമുണ്ട്, ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. നന്ദി കെട്ടവനായി മനുഷ്യൻ ജീവിക്കുന്നു എന്നതാണ്. ഇത് സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. എന്തെല്ലാം നിഅമത്തുകൾ നമ്മൾ അനുഭവിച്ചുവോ ആ നിഅമത്തുകൾക്ക് നമ്മൾ എന്തെങ്കിലും ശുക്ർ എന്ന നിലക്ക് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നത്. ശരി, അള്ളാഹു വിഭാഗീയത കാണിക്കാതെ അള്ളാഹു തആല നിഅമത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജാതി നോക്കാതെ, നിറം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കും അല്ലാഹു തആല നിഅമത്തുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം ശ്വസിക്കുന്ന വായു, ഇവിടെ വിഭാഗീയത ഉണ്ടോ? പ്രത്യേകിച്ച് ആളുകളെ നോക്കിയിട്ടാണോ? അല്ലല്ലോ. അതേപോലെ തന്നെയുള്ള ഒന്നാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നതാണ് വെള്ളം, ജലം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും വകതിരിവോ വേർതിരിവോ ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും അല്ലാഹു തആല ഇതിന്റെ സ്രോതസ്സുകൾ നൽകുന്നുണ്ട്, ജലസ്രോതസ്സുകൾ. വ്യത്യസ്തങ്ങളായ മാർഗത്തിലൂടെ സാധാ കിണർ കുഴിച്ച് വെള്ളം കാണാത്ത സ്ഥലത്ത് കുഴൽ കിണർ കുഴിച്ച് വെള്ളം കാണുന്നു. എന്നാൽ പുഴയിൽ പോലും കുഴൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥയും ഉണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു തആല തരാൻ വിചാരിച്ചാൽ അത് തടുത്തു നിർത്താൻ ലോകത്തൊരാൾക്കും കഴിയില്ല. ഇതാണല്ലോ ഞാനും നിങ്ങളും വിശ്വാസികൾ അടങ്കലും ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഇരുന്ന് കൈകൾ ഉയർത്തി റബ്ബിനോട് പറയുന്നത്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാനോ നീ തടഞ്ഞു വെച്ചത് നൽകാനോ ലോകത്തൊരാൾക്കും കഴിയില്ല. അല്ലേ? ഇതല്ലേ ആ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷെ ഈ വിശ്വാസത്തെ അതിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിനെ പോലും മാറ്റി നിർത്തി മരിച്ചുപോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒക്കെ സ്ഥാനം നൽകുകയും അവർക്കൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് പറയുകയും
അങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മൂഢന്മാരും മന്ദന്മാരുമായ ഇത്തരം ആളുകളിൽ ജീവിക്കുമ്പോ ഖുർആനിന്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട് എന്താണ് ഖുർആൻ പറയുന്നത്? സൂചിപ്പിച്ചല്ലോ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവരാരാ? അള്ളാഹു ആണല്ലോ. ഇതിൽ ആർക്കാ സംശയമുള്ളത്? നമ്മൾ ഇന്ന് ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മൾ പഠിച്ചു വെച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും എന്താ? മഴ വർഷിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ എന്താ പഠിച്ചു വെച്ചത്? സമുദ്രത്തിലെ വെള്ളം നീരാവിയായി ഉപരിതലത്തിലേക്ക് പോകുന്നു, അവിടെ വെച്ച് അത് മേഘങ്ങളായി രൂപാന്തരപ്പെടുന്നു, പിന്നീട് അത് മഴയായി ഭൂമിയിലേക്ക് വർഷിക്കുന്നു. ഇതല്ലേ ശാസ്ത്രം പഠിപ്പിച്ചത്? 1400 വർഷങ്ങൾക്കപ്പുറം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിൽ ഇത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ സുമ്മ യുഅല്ലിഫു ബൈനഹു സുമ്മ യജ്അലുഹു റുകാമാ ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലിഹി വയുനസ്സിലു മിനസ് സമാ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ലോകത്തെ മുഴുവൻ ആളുകളെയും ചിന്തിപ്പിക്കുന്ന തരത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയാ. അലം തറ, നീ കണ്ടില്ലേ? അന്നല്ലാഹ യുസ്ജി സഹാബൻ, അല്ലാഹു തആല കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നു. മേഘത്തെ അല്ലാഹു തെളിച്ചു കൊണ്ടുവരുന്നു. പിന്നെയോ സുമ്മ യുഅല്ലിഫു ബൈനഹു, പിന്നെ അതിനെ പരസ്പരം അല്ലാഹു കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ ഇണക്കി ചേർക്കുന്നു. സുമ്മ യജ്അലുഹു റുകാമ, പിന്നെ അതിനെ അട്ടികളായി ആക്കുന്നു. ഫതറൽ വദ്ക, അപ്പം നിനക്ക് മഴയെ കാണാൻ സാധിക്കും. യഖ്റുജു മിൻ ഖിലാലിഹി, അതിന്റെ പാളികൾക്കിടയിലൂടെ, അതിന്റെ ഇടകളിലൂടെ അതിങ്ങനെ പുറത്തേക്ക് വരുന്നു വെള്ളം. വയുനസ്സിലു മിനസ് സമാ, ആകാശത്ത് നിന്ന് അല്ലാഹു വെള്ളം ഇറക്കുന്നു. എത്ര സുന്ദരമായ രീതിയിൽ അല്ലേ ശാസ്ത്രം പഠിപ്പിച്ച 3 ഘട്ടം. ആ 3 ഘട്ടം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ മാലോകരെ അറിയിച്ച വിഷയമാണ്. ഇത് അറിയേണ്ടവർ ആരാ? ഏറ്റവും കൂടുതൽ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരാണോ? ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ലോകം സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന, ചരാചരങ്ങളെ പടച്ചവൻ അല്ലാഹുവാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന, 5 നേരവും റബ്ബിന്റെ മുമ്പിൽ കുമ്പിടുന്ന, സുജൂദ് ചെയ്യുന്ന ആളുകളല്ലേ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? നമ്മൾ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അല്ലേ? പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം, ആ വിമാനം വിചാരിക്കുന്ന സമയത്ത് പിടിച്ചു വെക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു വ്യക്തി വിചാരിച്ചാൽ, ഏതെങ്കിലും ഒരു ശൈഖ് വിചാരിച്ചാൽ അതിന് സാധിക്കും. ശൈഖ് പറയുന്നിടത്ത് വെള്ളമുണ്ടാകും. ശൈഖ് പറഞ്ഞെങ്കിലേ വെള്ളമുണ്ടാകൂ, അതല്ലെങ്കിൽ വെള്ളം കിട്ടൂല. ഇതൊക്കെ പറയാൻ, ഗൈബിയായ അദൃശ്യമായ ഒരു വിഷയം പറയാൻ, അത് അല്ലാഹു ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹു നിക്ഷിപ്തമാണത്. വെള്ളം തരണോ, വെള്ളം തരേണ്ടയോ, ഇത് ആരാ തീരുമാനിക്കേണ്ടത്? അല്ലാഹു അല്ലേ. അപ്പൊ നമ്മൾ അറിയേണ്ടത്, അല്ലാഹു അവൻ കനിഞ്ഞരുളിയിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ജീവജാലങ്ങൾക്കും അവരുടെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ജലം നൽകിയത് അല്ലാഹുവാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പഠിക്കുകയും ചെയ്ത് നമ്മൾ എവിടേക്കാ ചെന്നെത്തേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ല എന്ന ഒരു വിഷയത്തിലേക്കാണ് വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോ, മഴയെക്കുറിച്ച് ചിന്തിക്കുമ്പോ നമ്മൾ അറിയേണ്ടത്. സാധാരണഗതിയിൽ മഴയില്ലാത്ത സമയത്ത് അതിശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ആ ചൂട് വരുന്ന സമയത്ത് നമ്മൾ പറയൂ, ഓ സഹിക്കാൻ വയ്യ, പ്രയാസമാണ്, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ശരി, അത് കഴിഞ്ഞ്
അള്ളാഹു നിഅമത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നു, വെള്ളം തരുന്നു, മഴ വർഷിപ്പിക്കുന്നു. അവസ്ഥ മാറി. ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ പഴിക്കാൻ തുടങ്ങുന്നു, ചീത്ത പറയുന്നു. ആരെയാ നമ്മൾ ഈ പഴിക്കുന്നത്? അള്ളാഹുവിനെയാണ് നമ്മൾ പഴിക്കുന്നത്. ഒരു മഴ പെയ്യുമ്പോൾ എന്തൊരു മഴയാണിത്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇതല്ലേ നമ്മുടെ രീതി? നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സൂറത്തു ബഖറയിലൂടെ വിശദീകരിക്കുക. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ അവൻ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു, അല്ലേ? ജീവിത സന്ധാരണത്തിന് അനുയോജ്യമായ രീതിയിൽ അല്ലാഹു തആല ഭൂമിയെ സംവിധാനിച്ചു തന്നു. വസ്സമാ ബിനാ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി, ഒരെടുപ്പാക്കി അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചു. വഅൻസല മിനസ്സമായി മാഅ, വഅൻസല മിനസ്സമായി മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു തആല വെള്ളം ഇറക്കി തന്നു, അല്ലേ? ഇത് അല്ലാഹു തആല ഓരോന്നോരോന്നായി നമ്മൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ടോ ഈ മഴ വർഷിച്ച് മനുഷ്യർ മാത്രമാണോ? മനുഷ്യർ വെള്ളം കുടിക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു തആല മഴ വർഷിപ്പിച്ചുകൊണ്ട് ഭൂമിയിലെ സസ്യലതാദികളെയൊക്കെ മുളപ്പിച്ച് അതിലൂടെ നമ്മൾ ഭക്ഷിക്കാൻ ആവശ്യമായ സംവിധാനം ഒക്കെ അല്ലാഹു തആല നമ്മൾക്ക് തരുന്നു. ഇനി എന്റെ വിഷയം അതല്ല. ഈ നിയമത്തുകളെ കുറിച്ച് പരാമർശിച്ചതിന് ശേഷം ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്, അല്ലാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത്. വളരെ കൃത്യമായ ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ച്, തൗഹീദിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അല്ലാഹു ആ ആയത്തിലൂടെ വിശദീകരിക്കുകയാണ്. ഇവിടെയും നമ്മൾ അറിയണം, നമ്മൾ അനുഭവിക്കുന്നത് എന്തും നമ്മൾ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കാണ് മടക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു വിചാരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയൂ എന്ന് നമ്മൾ അറിയണം. ഇനി ഞാൻ ഓതി വെച്ച ഒരായത്തുണ്ടല്ലോ, എന്താണ് ആയത്ത് പറഞ്ഞത്? അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, എടോ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും കൂലങ്കഷമായി അങ്ങനെ ചിന്തിക്കാറില്ല. ഇതൊക്കെ ഒരു പ്രകൃതിയിലെ പ്രതിഭാസം, അല്ലേ? ഒരു പ്രകൃതിയിലെ പ്രതിഭാസം എന്നേ നമ്മൾ ഇതിനെയൊക്കെ കാണാറുള്ളൂ. ഖുർആനിന്റെ ഓരോ വാക്കുകളും വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ, അത് വിശ്വാസത്തിന് ഏറെ കരുത്തു പകരാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനാണ് അല്ലാഹു ചോദിക്കുന്നത്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അല്ലേ? നമ്മൾ ആ വെള്ളത്തെ കുറിച്ച്, നമ്മളൊരു കപ്പ് വെള്ളമെടുത്താൽ ഒരു ലേശം കുടിച്ച് ആ വെള്ളം ചിന്തിക്കളയുന്നു, അല്ലെങ്കിൽ അനാവശ്യമായി നമ്മൾ ടാപ്പ് തുറന്നിടുന്നു. നമ്മൾ വെള്ളത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദാഹജലത്തിന് വേണ്ടി കെഞ്ചുന്ന ആളുകൾ ജീവിക്കുന്ന ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമത്തിനെ കുറിച്ച് നമ്മൾ അറിയണം. അനാവശ്യമായി നമ്മൾ ഇത് പാഴാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠന സമയത്ത് പ്രവാചകൻ വുളു എടുക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോ എല്ലാം മിതമായിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചില ആൾക്കാരുണ്ട്, വസ്വാസ് തലേ കയറിയാൽ 3 വട്ടം കഴുകലാണ് സുന്നത്ത്. എത്ര വട്ടം? 3 വട്ടം കഴുകലാണ് സുന്നത്ത്. 30 വട്ടം കഴുകിയാലും അയാൾക്ക് തീരൂല. ഇതിനെന്താ പറയാൻ? ഈ വസ്വാസ് പാടില്ല, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. സുന്നത്ത് കൃത്യമായി പാലിക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും ബാധ്യസ്ഥരാണ്. ആ നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ പുഴയിൽ നിന്നാണ് ഒളു എടുക്കുന്നതെങ്കിലോ? പുഴയിൽ അങ്ങനെയാണല്ലോ. അപ്പോഴും റസൂലുള്ള പറഞ്ഞു,
മിതത്വം പാലിക്കണം. അവിടെയും നിങ്ങൾ വലാ തുസ്രിഫു, നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സൂചിപ്പിച്ചു വരുന്നത് വെള്ളം അത് അമൂല്യമാണ്. അതിനെ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിലും ചിലരുണ്ട്, പള്ളിയിൽ വന്നാൽ, പള്ളി പൊതുസ്വത്താണല്ലോ, അവിടെ എന്തു ആകാണ്. പള്ളിയിൽ വെള്ളം ചെലവഴിക്കുന്നിടത്തോ AC ഉപയോഗിക്കുന്നിടത്തോ ഒരു കണക്കും ഉണ്ടാവില്ല. എന്നാ പെരേലോ വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കോ AC? വീട്ടിൽ AC ഉപയോഗിച്ചാൽ ബില്ല് കൊടുക്കണം. അതുകൊണ്ട് ആ ബില്ല് പേടിച്ചിട്ട് ചില ആൾക്കാർ പള്ളിയിൽ വന്ന് കിടന്നുറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെയല്ല ഞാൻ പറഞ്ഞത്, ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്തുള്ള ഒരു അവസ്ഥയായി പറയുന്നത്. അത്ര പോലും നമ്മൾ ഇതിന്റെ ഗൗരവം നിങ്ങളും മനസ്സിലാക്കുന്നില്ല. ഇനി അള്ളാഹ് ചോദിക്കുക, ആ അൻതും മൻസൽത്തുമുഹു, നിങ്ങളെ കളി കണ്ടാൽ, നിങ്ങൾ ഈ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതും ദൂർത്തടിക്കുന്നതൊക്കെ കണ്ടാൽ തോന്നിപ്പോകും. ആ അൻസൽത്തുമുഹും മിനൽ മുസ്നി, കാർമേഘത്ത് നിന്നും വെള്ളത്തെ ഇറക്കിയത് നിങ്ങളാണോ എന്ന് പോലും തോന്നിപ്പോകൂ. അം നഹ്നുൽ മുൻസിലൂൻ, എന്നാൽ നാമാണ് അതിന്റെ ഉത്തരവാദി. ഇത് ഇറക്കി തരുന്നത് അള്ളാഹുവാണ് ഇത് നൽകുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയത്തെ കുറിച്ചുള്ള ധാരണ ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഇനി അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, ശരി, ഈ വെള്ളം ഇങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്താലോ? അള്ളാഹ് ചോദിക്കുക, ഇൻ അസ്ബഹ മാഉകും ഗൗറ, എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നു, വമൻ യഅതികും ബിമാഇൻ മഈൻ, ഇത്രയും ശുദ്ധമായ ജലം പിന്നെ ആരാ നിങ്ങൾക്ക് തരിക? അതുകൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത്, നമ്മൾ ഇതൊന്നും ആർഭാടമായി നമ്മൾ ഉപയോഗിക്കരുത്. അല്ലാഹു തആല നൽകുന്ന അങ്ങേയറ്റത്തെ നിഅമത്താണ്, അനുഗ്രഹമാണ് വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളത്തെ കുറിച്ച് നമ്മൾ ഏറെ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അറിയുമോ, മഴ വർഷിക്കുമ്പോ അതിന്റെ മുന്നോടിയായി വരുന്ന ഒരു സംഭവമുണ്ട്, കാറ്റ് വരാറുണ്ട്. ഈ കാറ്റിനെ പോലും ഖുർആൻ അതൊരു സന്തോഷ വാർത്ത എന്ന നിലയിലാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈഹി റഹ്മ, റഹ്മത്താണിത്, അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത്. മഴ അത് വരുന്നതിന് മുമ്പേ അള്ളാഹു തആല കാറ്റ് നൽകുന്നു. ഈ കാറ്റ് എന്ന് പറയുന്നത് ഒരു സന്തോഷ വാർത്ത എന്ന നിലയിലാണ്. വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ, അല്ലാഹു തആല ആകാശത്ത് നിന്ന് ശുദ്ധമായ വെള്ളമാണ്, അതിനേക്കാളും ശുദ്ധമായത് ലോകത്ത് വേറെ ഇല്ല, അത്രയും ശുദ്ധമായ വെള്ളമാണ് അല്ലാഹു തആല നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് അതുകൊണ്ടുള്ള ഗുണം? ലി യുഹിയ ബിഹി ബൽദതം മയ്ത, നിർജീവമായ മയ്യത്തായി കിടക്കുന്ന പ്രദേശത്തെ എന്ത് ചെയ്യുന്നു? വനുസ്ഖി മിമ്മാ ഖലഖനാ അൻആമൻ വഅനാസിയ കസീറ, ധാരാളം ജനങ്ങൾക്കും കന്നുകാലികൾക്കും ഉപയോഗപ്രദമാകുന്ന തരത്തിൽ, അതേപോലെ തന്നെ കൃഷിയോഗ്യമായ സംവിധാനം, മരിച്ചു കിടക്കുന്ന നിർജീവമായ സ്ഥലങ്ങളെ മഴ വർഷിപ്പിച്ചുകൊണ്ട് സജീവമാക്കുക, ഇതാണ് അള്ളാഹ് ചെയ്യുന്നത്. അപ്പൊ അല്ലാഹുവിനോട് നമ്മൾ എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു, എന്തുമാത്രം നമ്മൾ അനുഗ്രഹം ചെയ്യണം, നിഅമത്ത് ചെയ്യണം, അള്ളാഹ് നൽകിയതിനനുസരിച്ച് നമ്മൾ എന്തെല്ലാം ശുക്റുകൾ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ശരി, മഴ ഇല്ലാത്ത സമയത്ത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ അഗിസ്നാ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു കുറച്ച് മഴ വരുമ്പോഴത്തേനും നമ്മൾ പ്രശ്നമായി, നമ്മൾ ആശങ്കയിലായി. ആയിക്കോട്ടെ, പ്രശ്നമല്ല, മഴ നമ്മൾക്ക് പ്രാർത്ഥന പ്രകാരം മഴ കിട്ടിയല്ലോ. ശരി, ഇനി മഴ അതൊരു കെടുതിയായി മാറുകയാണെങ്കിലോ? അതിനും പരിഹാരം ഇസ്ലാമിലുണ്ടല്ലോ. തിരിച്ച് പ്രാർത്ഥിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മഴ കിട്ടി, അത് കുറച്ച് അപകടമാണ് എന്ന് വീണ്ടും ആളുകൾ വന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഫലമായി
മഴ മറ്റ് ദൂരവിദേശ സ്ഥലങ്ങളിലേക്ക് മഴ നീങ്ങിപ്പോയ ചരിത്രവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പ്രാർത്ഥിക്കാൻ അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ തുടങ്ങിയിട്ടുള്ള, അതേപോലെ തന്നെ അല്ലാഹുമ്മ അലൽ അഖാമി വൽ ജിബാൽ, ഏതെങ്കിലും പർവ്വതത്തിലേക്കോ ഏതെങ്കിലും കുന്നുകളിലേക്കോ റബ്ബേ ഈ മഴയെ കൊണ്ടുപോകണേ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കല്ലേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനും നിർദ്ദേശം നമ്മൾക്കുണ്ട്. അപ്പം മഴ അള്ളാഹുവിന്റെ നിയമത്ത്, വെള്ളം അത് അമൂല്യമാണ്, അത് ജീവിതം നിലനിൽക്കാനുള്ളതാണ്, എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യമാണ്. ഇത് അമിതമായി നമ്മൾ ഉപയോഗിക്കരുത്, ഇസ്രാഫ് കാണിക്കരുത്. അത് ഉപയോഗിക്കുമ്പോൾ അത്രയും ഒരു കൈക്കുമ്പിളിൽ വെള്ളമെടുക്കുമ്പോ ഇത് അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടല്ലാതെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തും ചിന്തിച്ചും അതോടൊപ്പം നമ്മുടെ വിശ്വാസം അത് രൂഢമൂലമാകണം, അത് ശക്തമാകണം. അതിനാവശ്യമായ നിലയിലാണ് ഇതൊക്കെയും നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോ നിഅമത്തുകളും വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്ന വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അവസാനം പറഞ്ഞു വെച്ചത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ക്ലോസ് ചെയ്തത്. നമ്മുടെ ഈമാനിനൊരു പ്രത്യേകത ഉണ്ട്. അൽ ഈമാനു യസീദു വയൻകുസ്. ഈമാൻ ഇങ്ങനെ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. അതിങ്ങനെ ചില ആൾക്കാരുണ്ട് എല്ലാ ഭക്തനും പള്ളിയിൽ ഇങ്ങനെ നിരന്തരമായി വരും, സുബഹിക്ക് അടക്കം വരും. ഒരു 6 മാസം അല്ല ഒരു 3 മാസമൊക്കെ ഇങ്ങനെ നിരന്തരം വരും. പിന്നെ അയാൾ സുബഹിന് കാണൂല, ഒന്ന് കഴിഞ്ഞ് പിന്നെ കാണൂല, യശാക്ക് കാണൂല. ഇങ്ങനെ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോവുകയും കുറച്ച് കഴിയുമ്പോൾ അയാൾ എവിടെ തപ്പിയാലും കാണുകയില്ല, എവിടെ പോയി എന്ന് പോലും അറിയാല. ഇതെന്താ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈമാന്റെ വേരിയേഷനാ. ഈമാൻ ശരിക്കും നല്ല ഇങ്ങനെ ഉഷാറായി ഇങ്ങനെ നിൽക്കുമ്പോ പ്രാർത്ഥിച്ചാൽ തീരൂല, ഇരുന്നോട്ട് തന്നെ ഇരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പേ വരും. എന്നിട്ട് ബാങ്കിനും ഇക്കാമത്തിന്റെ ഇടയിലുള്ള ആ സമയത്തുള്ള പ്രാർത്ഥനക്ക് അപ്പൊ ഉത്തരം കിട്ടുമെന്നാണ് റസൂല പഠിപ്പിച്ചത്. വല്ലാത്തൊരു സമയമാണത്. നമ്മക്ക് എന്തേന്ന്, നമ്മൾ നിസ്കരിക്കാൻ കുത്തിരുന്നിടത്തുനിന്ന് ഇക്കാമത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തുനിന്ന് ഇബ്ലീസും കൊണ്ട് നമ്മൾ ഓടും പുറത്തേക്ക്. എന്നിട്ട് വർത്താനം പറഞ്ഞ് കുത്തിരിക്കും. ഈ ഇബ്ലീസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഈമാൻ നശിപ്പിക്കുന്ന ഏക സാധനം ഏതാന്ന് ചോദിച്ചാൽ ആ ഇബ്ലീസിന്റെ പെട്ടിയാ. അതിലൊരു സംശയവുമില്ല. എന്തൊക്കെ ഗുണങ്ങൾ അതിനുണ്ട് എന്ന് പറഞ്ഞാലും അതിന്റെ എത്രയോ ഇരട്ടി. എന്തിനേറെ ഈ നമ്മുടെ തമർന്ന് തരിപ്പണായി. ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണായി, ഒരു രക്ഷയില്ല. ഊണുമില്ല, ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നത് പോലും ഈ സാധനം ഇല്ലെങ്കിൽ നടക്കാത്തൊരവസ്ഥയിലെത്തി. ഈ എവിടുന്ന ഈമാൻ കയറി വരിക? വല്ലാത്ത ബേജാറുള്ളൊരു സംഗതിയാണ്. അതുകൊണ്ട് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. നമ്മളൊരു മിഡിൽ ഇങ്ങനെ നിന്നാൽ മതി. ഓവർ വേണ്ട, പറ്റപ്പൊഴുകയും വേണ്ട, ഒരു മിഡിൽ ഇങ്ങനെ നിൽക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. എന്നാൽ അത് ലെവലിൽ നിൽക്കും. പറഞ്ഞു വരുന്നത്, ഒരിക്കലും റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, അല്ല എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ്, നീ ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞേക്ക്. എന്നിട്ട് റസൂലുള്ളാഹി നാട്ടി പറഞ്ഞയച്ചില്ല. സുമ്മസ്തഖി എന്ന് പറഞ്ഞു. സുമ്മസ്തഖി എന്താ ഇതിന്റെ അർത്ഥം? ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് എല്ലാം കഴിച്ചിലായിന്ന ഒരു ഹദീസുണ്ട്, മങ്കാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നാത്ത്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഓൻ സ്വർഗത്തിലാണ്. അത് കേവലം ഒരു വർത്താനം പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല. നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ, ഇത് രണ്ട് കലിമല്ലേ, രണ്ട് കലിമല്ലേ. ഈ രണ്ടു കലിമയും കൂടി ചേർന്ന് വരണം. അത് തന്റെ ജീവിതം സാക്ഷിയാണ് എന്നാണ് നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ. ഇതൊരു വെറും വാക്കല്ല, ഇതൊരു വെറും വർത്താനല്ല. ഹറമ് പണിയെടുക്കാൻ പോണ ഒരുത്തൻ, ഹറമിന്റെ ക്ലീനിങ് ജോലി കിട്ടുന്ന ഒരുത്തൻ രാജ്യവും ഇതൊന്നും നോക്കൂലല്ലോ. മൂപ്പര ഹറമിന്റെ മൂലയെ കുത്തിന്ന് മരിച്ചാല് മൂപ്പരെ പറ്റി എന്താ നമ്മൾ അഭിപ്രായം പറയാ? ഹറമിന്റെ മൂലയിൽ മരിച്ചതിനെ കൊണ്ട് അങ്ങനെ ഉണ്ടോ? ഒരാൾ മരിച്ചാല് അയാളെ സ്വർഗത്തിലാക്കാൻ നരകത്തിലാക്കാനും എനിക്കോ നിങ്ങൾക്കോ അധികാരം തന്നിട്ടുണ്ടോ? ഇതേ ഒരു ഒറ്റ പോയിന്റ് ഞാൻ ഇത് പറയാൻ കാരണം, സോഷ്യൽ മീഡിയ തുറന്നൂടാ. കുറച്ച് ദിവസമായിട്ട് ഒരു പാവം മനുഷ്യൻ മരിച്ചോട്ടെ, അള്ളാഹ് കൊണ്ടുപോയതല്ലേ. അതിനിപ്പോ ആർക്കും ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആരും എങ്ങനെ മരിക്കും? അയ്യറിയും തമൂത്ത്. കോഴിക്കോട്ടുകാരന് ഇവിടുന്ന് മരിക്കൂലെന്നില്ല, വെടുത്താന് കോഴിക്കോട് മരിക്കൂലെന്നില്ല. അള്ളാഹ് വിചാരിച്ചൊരു സ്ഥലം ഉണ്ടാവും, ആർക്കും മൂപ്പർ കൊണ്ടുപോകും. ഇന്നലെ ബോംബെയിൽ തലശ്ശേരിയുള്ള ഒരാള് പർച്ചേസിന് വന്നതാ. ബോംബെയിൽ എവിടുന്ന് വന്നതാ? ദുബായിന്ന് വരികയാണ്. പർച്ചേസിന് വന്ന് ഒരു ദിവസം പർച്ചേസ് കഴിഞ്ഞ് റെഡിമെയ്ഡ് കച്ചവടക്കാരനാ. സാധനം പർച്ചേസ് ചെയ്ത് റൂമിൽ കൊണ്ടുപോയി വെച്ച് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോത്തിന് പടിയായി, അവൻ മരിച്ചു. അയാൾക്ക് ഓർമ്മ ഉണ്ടായിനോ ഞാൻ ബോംബെ പോവുകയാണ്, പർച്ചേസിന് പോവുകയാണ്? ഒരു പിടുത്തവും ഇല്ല. അങ്ങനെയാണ് മനുഷ്യന്റെ സ്ഥിതി. ഏത് സമയം എവിടെ വെച്ചു എങ്ങനെയും പോകാം. പക്ഷെ അയാൾ മരിക്കുമ്പോത്തിന് അയാളങ്ങ് സ്വർഗത്ത് കൊണ്ടുപോവുക, അയാളെ നരകത്ത് കൊണ്ടുപോവുക. ബാക്കി ലോകത്തുള്ള ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ പിഴച്ചോലാണ്. ഇങ്ങനെ ഇയാൾ ഇത് പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കണ പണിക്കാരൻ പിന്നെ വേറെന്തോ വിളിച്ചു പറയോ? പള്ളിയിൽ ജോലി ചെയ്യുന്ന മുഅദ്ദിന്റെ പണി എന്താ? സമയ ബാങ്ക് കൊടുക്കുക, ജമാഅത്തിന്റെ സമയം നിസ്കരിക്കുക, ഇതല്ലേ? ഇത് 5 നേരം നിൽക്കണിടയിൽ വേറെന്തിനോ മനുഷ്യന് സമയമുണ്ടോ? ഇല്ല. ചിലപ്പോൾ അയാൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും മരിക്കുക, ചിലപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ എവിടെയും എങ്ങനെയും വെച്ച് മരിക്കും. പക്ഷെ അത് വെച്ചിട്ട് വേറെയുള്ള വിശ്വാസികളെ മുഴുവനും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ഇന്നോല് മാത്രമേ ഉള്ളൂ ഈമാന്, അങ്ങനെ പോയില്ല, അതായില്ല, ഭയങ്കര ചർച്ച. ഞാൻ പറയുന്നത് ഫിറൗൻ ആരായിരുന്നു ഫിറൗൻ? ചരിത്രം ഞാൻ പറയേണ്ടിയില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ഞാനാണ് ഈ ലോകത്തിന്റെ ഭരണാധികാരം ഉള്ളവൻ, പ്രപഞ്ചത്തിന്റെ ഉടമ ഞാനാണെന്ന് പറഞ്ഞ ഫിറൗൻ മൂപ്പര് നന്നെങ്കിൽ എന്നാ ഭാര്യ നേരാണ്ടില്ലേനു? മൂപ്പര് നന്നായെങ്കിൽ ഭാര്യ നേരാവോ? ബാപ്പ നന്നായി വിചാരിച്ച് മക്കൾ നേരാവോ? ഇപ്പൊ ബാപ്പ സ്വർഗത്തിലാന്ന് വിചാരിച്ച് ഉമ്മ സ്വർഗത്തിലായിക്കൊള്ളണമെന്നില്ല. ഫിർഔനിന്റെ ഭാര്യ ആസിയ, ഹദീസിൽ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ആസിയ എന്താ ആസിയ പറഞ്ഞത്? ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. സ്വന്തം പിയാപ്പിളിന്റെ ഇടങ്ങേറിൽ നിന്നൊന്ന് കഴിച്ചിലാക്കണേന്ന് ആരാ പ്രാർത്ഥിച്ചത്? ആസിയാബി. അത് വിചാരിച്ചേ ഫിറോവിന് ഒരു ഭാഗത്താന്ന് വിചാരിച്ചിട്ട് ആസിയനെ കൊണ്ടുപോയി ഫിറോവിന്റെ കൂട്ടത്തിൽ ഇട്ടോ? ഇനി അതും വേണ്ട. അങ്ങനെ നിൽക്കുകയാണെന്നാ ഫിറോൻ സ്വർഗത്തിലാവണ്ടേ? സൂറത്തുൽ നിസാ ഒന്ന് എടുത്തു മറിച്ച് നോക്ക്. ഫിറോൻ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്ത് ഖാല ഇന്നി തുബ്തുൽ ആൻ, ഞാൻ അപ്പ തൗബ ചെയ്തെന്ന് ഖുർആനിൽ ആയത്തില്ലേ? പക്ഷെ അള്ളെന്താ പറഞ്ഞത്? ആ തൗബ സ്വീകരിക്കൂലെന്നാ. ആ തൗബ സ്വീകരിക്കൂല, അത് ഖുർആനാ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഒരാളെ സ്വർഗത്തിലാക്കാനും പോണ്ട, ഒരാളെ നരകത്തിലാക്കാനുള്ള പണി നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല. അവിടെ ടോക്കൺ കൊടുക്കാൻ വേറെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചെന്നാ പറയുന്നത്. സ്വർഗത്തിലേക്ക് കയറണോല ഇങ്ങോട്ട് പോട് അങ്ങോട്ട് പോട് എന്നൊക്കെ ഏൽപ്പിച്ച കുറെ ആൾക്കാരുണ്ടോ അല്ലെ? അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നു. ഇതൊന്നും നമ്മളാരും ഏൽപ്പിച്ചിട്ടില്ല. നമ്മൾ മരിച്ച വ്യക്തിയെ കുറിച്ച് ആരായിരുന്നാലും ആര് മരിച്ചാലും ദൂഷ്യം പറയരുത്, നല്ലതേ പറയാവൂ. നമുക്കൊക്കെ ഉണ്ട് ഒരു പരിപാടി, മരിച്ചാൽ നമ്മൾ വീട്ടിൽ പോകൂലേ? മരണ വീട്ടിൽ പോവും. എന്നിട്ടോ മരിച്ച മയ്യത്തൊന്ന് കാണും. ഓക്കെ, എന്നിട്ടെന്താ ചെയ്യാം? ഏതൊരു മരിച്ച വീടിൻ്റെ നോക്കിയാണ്ടി 4 കോണിൽ കാണാം, 4 ആളപ്പുറത്ത് 5 ആളപ്പുറത്ത് വേറെ 3 ആളിപ്പുറത്ത്, ആണും പെണ്ണും ഒക്കെ ഈ കാര്യത്തിൽ കണക്കാ. എന്നിട്ട് എന്താ പറയാ? മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ആ കുടുംബത്തിന്റെ അടിയാധാരം എന്നാ ഞങ്ങൾ പറയാ, ആധാരം, അത് മുഴുവനും പുതുതായിട്ട് ഇങ്ങോട്ട് ലിസ്റ്റിക്ക് കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞങ്ങോട്ട് തീർക്കന്നെ, അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ. ഇതാണ് നമ്മളൊക്കെ സ്ഥിതി. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യരുത്.
മരിച്ചവരെ കുറിച്ച് ഖൈറല്ലാതെ നമ്മൾ പറയരുത്. ഖൈർ മാത്രമേ പറയാവൂ. ഫൽയഖുൽ ഖൈറ, പറയുകയാണെങ്കിൽ നല്ലത് പറയാ. ഔലിയസ്മുത്, അല്ലെ ഉണ്ടാതിരുന്നൂടെ? ഇതല്ലേ റസൂല പഠിപ്പിച്ചത്? അതുകൊണ്ട് ഒരാളുടെ സ്വർഗത്തിൽ നരകത്തിൽ ഇത് രണ്ടും നമ്മൾ നിശ്ചയിക്കുന്നതല്ല, അള്ളാഹു തആലയാണ്. അതുകൊണ്ട് ഈമാൻ ഉണ്ടായിട്ട് കാര്യമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യം. തൊള്ളോട് പറഞ്ഞുകൊണ്ട് കഴിച്ചിലാകുകയാണെങ്കിൽ അങ്ങനെ പലതും. ഞാൻ പറഞ്ഞല്ലോ, ഫിറോവിന്റെ ഭാര്യ ഒരു ഭാഗത്തായിരുന്നു, ഫിറോൻ മറ്റൊരു ഭാഗം. നൂഹ് നബിന്റെ മോനേടേനു അവസാന പണി കഷ്ടപ്പെട്ട് പറഞ്ഞു നോക്കി, മോനെ അങ്ങോട്ട് വാന്ന്. അപ്പൊ എന്ത് മോൻ പറഞ്ഞത്? എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, ഞാൻ ആ മലന്റെ മുകളിൽ പോയി, ജൂതി പർവ്വതത്തിന്റെ മുകളിൽ പോയി കഴിച്ചില്ലാവുന്നു. രക്ഷണ്ടായോ? എന്നിട്ട് ബാപ്പക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഇല്ല. ഇതൊന്നും ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് വിശ്വാസം എനിക്കുണ്ടോ? ഇമാം ബുഖാരി ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ തഹത്ത അദീമിസ്സമ, ആകാശത്തിന്റെ ചോട്ടില് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കേണ്ട ഒരു ഗ്രന്ഥം ഏതാണ്? ബുഖാരിയാണ്. ആണെന്ന് എല്ലാവർക്കും അറിയാം. ബുഖാരിന്റെ ഒന്നാമത്തെ ഹദീസ് ഏതാണെന്ന് നിങ്ങൾക്ക്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഒന്നാമത്തെ ഹദീസ് അത്. നമ്മളെ അമലുകളൊക്കെ റെഡിയാക്കുന്നത് നമ്മളെ വിചാരത്തിനനുസരിച്ചാണ്, നമ്മളെ നിയ്യത്തിനനുസരിച്ചാണ്. ഒരാൾ വിചാരിക്കാണ് ഹിജ്റ പോണോ, ആ ഹദീസിന്റെ ബാക്കി കേട്ടത്. ഒരാൾ വിചാരിക്കാണ് ഹിജ്റ പോണോന്ന്, അയാൾ ഹിജ്റ പോയാൽ അയാളുടെ ഹിജ്റ എന്താണ്? സ്വീകരിക്കപ്പെടും. അയാളെ നിയ്യത്തതാ. ഇനി ഒരാൾ കല്യാണം കഴിക്കാനാ പോണതെങ്കിലോ അയാളെ കല്യാണവും നടക്കൂ. ഞാൻ പറഞ്ഞത് നിയ്യത്താണ് ഇതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് നല്ല നിയ്യത്തോടു കൂടി, നല്ല വിചാരത്തോടു കൂടി ഈമാൻ നിലനിർത്തി, ശുദ്ധമായ ഈമാൻ, കലർപ്പില്ലാത്ത, ആരോടും ഇക്കൂടി എത്ര മനുഷ്യന്മാരുണ്ട്, അതിനേക്കാൾ അപ്പുറം പുറത്തുമുണ്ട്, ആരോടും ഒരു വെറുപ്പില്ലാതെ, ഒരു ദേഷ്യല്ലാതെ, ഒരു പകയില്ലാതെ, ഒരു ശുണ്ടിയില്ലാതെ, തെളിഞ്ഞ ഹൃദയം, ശുദ്ധമായ ഹൃദയം, കലർപ്പില്ലാത്ത മനസ്സ് അതുണ്ടോ? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ മനസ്സോടുകൂടി നാളെ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന നല്ല മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.